ഗോവിന്ദേട്ടനകത്തേക്ക് ഇരുന്നോളൂ. വേണ്ട മോളെ. ശ്രീകണ്ഠ മുതലാളി ഗോവിന്ദേട്ടനെ പിടിച്ചുവിട്ടിരിക്കുക. എന്താ നിന്നെ പോലെ ആളും കയറി പിടിച്ചോ മുതലാളി ചമ്മേ? അമ്മണി കേക്കണ്ട. ഒരു കാര്യം പറഞ്ഞോണ്ട് വരുമ്പോ നീ ഇങ്ങനെ. ശരി പറ. അങ്ങേരുടെ ജോലി അന്വേഷിച്ച് വന്നിരിക്കുക. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും പോകുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ജോലി കൊടുക്കാം. ചാക്കോ, നിനക്കറിയില്ലേ ഗോവിന്ദേട്ടൻ കൂട്ടുന്ന ചാരായത്തിന്റെ രുചി ഒന്ന് വേറെയാ. പിന്നെ വിഷുവല്ലേ, ഒരുപാട് ചാരായം കൂട്ടിന് വരില്ലേ? ഗോവിന്ദേട്ടാ, ഇന്നു മുതൽ ഞങ്ങളുടെ കൂടെ നിന്നോ. കഴിഞ്ഞ 14 വർഷം എന്റെ കയ്യിൽ നിന്ന് ആദ്യം വിഷുക്കൈനീട്ടം വാങ്ങിയിരുന്നത് വാസുവായിരുന്നു. അയ്യപ്പാ, എന്തോ മോള് നല്ലൊരു ദിവസമായിട്ട് പട്ടിണി കിടക്കണ്ട. വാസു വരില്ല. നമ്മുടെ പുതിയ ഷാപ്പിൽ രണ്ടുപേർ ആശുപത്രി കൊണ്ട് ചാരായത്ത് വിഷമുണ്ടെന്ന്. സാറേ, ഇയാളൊന്ന് പെട്ടെന്ന് നോക്കണം. എല്ലാം പെട്ടെന്ന് നോക്കേണ്ട കേസുകൾ തന്നെയാണ്. കഴിഞ്ഞ അരമണിക്കൂറിനകത്ത് 10-35 പേരെ വിഷം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ പൊന്നു മോനെ, നീ വിഷം കഴിച്ചാണോടാ ഈ കിടക്കുന്നത്? എന്റെ ഗുരുവായൂരപ്പാ. സിസ്റ്റർ, ഇയാൾ എവിടെയാ കിടത്തേണ്ടത്? താൻ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പുറത്തിറങ്ങി നിൽക്കണോ?
ഇങ്ങോട്ട് വരണം. നിങ്ങളല്ലേ വാസു? അതെ. ആരാ ചാക്കോ? ഞാനാ. ആ വണ്ടി കയറണം. ഗോവിന്ദൻ പേടിക്കണ്ട, അടുത്തൊന്നും അവര് പുറത്തിറങ്ങില്ല. ജീവപര്യന്തം ജയിലിന്റെ അഴി എണ്ണുകയേ ഉള്ളൂ. ആശുപത്രിയിലെത്തിയവർ മുഴുവൻ രക്ഷപ്പെട്ടതുകൊണ്ടാ നിങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. സർക്കാർ സപ്ലൈ ചെയ്ത ചാരായം വിറ്റതിന് നിങ്ങൾ കുറ്റക്കാരല്ലെന്ന് വക്കീൽ വാദിച്ചു നിന്നെങ്കിലും മറ്റ് ഷാപ്പുകളില്ലാതെ നിങ്ങളുടേതിൽ മാത്രം വിഷം കലരാൻ എന്താ കാരണം? എന്റെ ബലമായ സംശയം എടോ, ഞങ്ങളുടെ ചാരായത്തിൽ വിഷം കലർത്തിയവനല്ലേ നീ? സത്യം പറയണം. ശ്രീകണ്ഠൻ അയച്ചല്ലേ ഇതിനെ? പറയണം. എത്ര പേരെ കൊല്ലാനാടാ നീ? അയ്യോ വാസു, എന്നെ കൊല്ലല്ലേ, ഞാൻ സത്യം പറയാം. മുതലാളി പറഞ്ഞ മാതിരി ഞാൻ ചെയ്തിരുന്നെങ്കിൽ നീയും ചാക്കോ ഇപ്പൊ ഉണ്ടാകൂലായിരുന്നു. റോഡ് പൊതുവെ സ്ലിപ്പറിയാണ്. അല്ലാതെ ഇങ്ങനെ കുടിച്ചു പൂസായി വണ്ടി വിട്ട് കാണും. ഏതായാലും ശ്രീകണ്ഠന്റെ മരണം നിങ്ങൾക്കൊരു നഷ്ടമായി അല്ലേ? എന്തോ നഷ്ടം. സമുദായ സംഘത്തിൽ കഴിഞ്ഞ തവണ ഞാൻ പ്രസിഡന്റായി മത്സരിച്ചപ്പോ സ്നേഹം നടിച്ച് ഈ ശ്രീകണ്ഠനാണ് എന്റെ കാലുവാരിയത്. അതുപോലെ നിങ്ങൾക്കിട്ടും അവനെന്തെല്ലാം വേല ഇറക്കി. അതിന്റെയൊക്കെ ശിക്ഷയായിരിക്കും ഇതൊക്കെ.
கடவுள் அவர் கொடுத்தது. ഈ റേഞ്ചിലെ 7-ൽ 3 ഗ്രൂപ്പും പോക്ക. നടക്കാവിൽ കോട്ടച്ചാരായ 3000 ലിറ്റർ വെച്ച് കിട്ടുന്നില്ലേ? എടോ, ഒരുത്തിനോടെ പ്രാണം പോയി കിടക്കുക, നിങ്ങളുടെ ഒരു ചാരായ കണക്ക്. ഹലോ. ആ ഹലോ, ഞാൻ വരാം സാർ. ചാത്തുണ്ണേട്ടാ, ബാ ഇരിക്ക. വേണ്ട, ഞാൻ ഇരിക്ക. ഏത് ബിസിനസ്സിലും ലാഭവും നഷ്ടവും കാണും. പൊട്ടിപ്പോയവരത് നികത്താനാ ശ്രമിക്കേണ്ടത്. അല്ലാതെ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഈയിടെ കുടി കുറെ കൂടുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല. ആർക്കാട് കുഞ്ഞപ്പൻ ചേട്ടനെ അറിയാമല്ലോ? നേരിട്ട് പരിചയമില്ല. എങ്കിൽ വാ. ഞാനെന്തിനാ? നിങ്ങൾക്ക് ആ ലേലത്തിൽ ഡെപ്പോസിറ്റ് വെക്കാനുള്ള കാശ് ഞാൻ അങ്ങേരുടെ അടുത്തു നിന്നാ വാങ്ങിച്ചേ. ഇവിടെ വെച്ചതൊന്നും പറയണ്ട, വാ. ഇതാണ് വാസു. ഓ, വാസു. ആളെ ഇപ്പോഴാ കാണുന്നത്. ഇയാള് നമ്മുടെ സ്വന്തക്കാരനാണെന്ന് പറഞ്ഞു DC. അതെ, സ്വന്തക്കാരനാണ്. ഈ ചടങ്ങ് കഴിയുമ്പോ ഒന്ന് കാണണം. ഓ, ഇലത്തൂരും കക്കോടിയും ഞാൻ വിട്ടു തന്നു. ഒരു പുഷ്കരൻ എടുത്തു. താൻ വെസ്റ്റേലിൽ എടുത്തോ? എനിക്ക് വേണ്ടതേ. വെസ്റ്റേലും നടക്കാവും ജോർജ് കുട്ടി എടുത്തോ, ബാക്കി ഞാൻ വിട്ടുക. അത് പറ്റില്ല. ഇക്കഴിഞ്ഞ ലേലത്തിന് പാളയം ഗ്രൂപ്പ് വിളിച്ചതിനാ എന്റെ മോന്റെ വാരിക്കിട്ട് കുത്തിയത്. അതെനിക്ക് വേണം. തന്റെ മോനെ ഞങ്ങൾ കുത്തിച്ചില്ലല്ലോ, ആ പേര് പറഞ്ഞു വേണ്ട. കുഞ്ഞാപ്പൻ ചേട്ടൻ എന്തൊന്നും മിണ്ടാത്തേ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇയാൾ എന്താടോ ഒന്നും മിണ്ടാത്തത്? കോഴിക്കോടിന് മുമ്പ് തൃശ്ശൂരും ചങ്ങനാശ്ശേരിയും റേഞ്ചിലല്ലേ ലേലം? ആദ്യം നമുക്ക് അവിടെ വീതിക്കാം. ചങ്ങനാശ്ശേരി കാര്യം പറയാൻ താനാരാ? കോഴിക്കോട് നിങ്ങളുടെ ഇഷ്ടത്തിന് വീതിക്കല്ലേ? അപ്പൊ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഇയാള് ഭീഷണിപ്പെടുത്താ? തന്നെ. ഞാൻ നടത്തുന്ന പാളയം ഷാപ്പ് ആരും മോഹിക്കണ്ട. അത് ഞാൻ ആർക്കും വിട്ടുതരില്ല. കുഞ്ഞാപ്പൻ ചേട്ടൻ കേട്ടില്ലേ ഇയാൾ പറയുന്നത്? അവൻ പറയുന്നത് ന്യായമാ. എന്ന് വെച്ചാ പാളയം അവന് വിട്ടുകൊടുക്കാനോ? കണ്ണായ സ്ഥലം അവന് കൊടുത്തിട്ട് ബാക്കി നക്കാപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ റേഞ്ച് മുഴുവൻ അയാളങ്ങ് എടുത്തോട്ടെ. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? അതിനുള്ള ധനശേഷി അവനുണ്ടെങ്കിൽ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ വിട്ടേക്കാം. ചുമ്മാ മാറാമെന്നല്ല, ലേലത്തിൽ നിന്ന് ഒഴിയുന്നതിനുള്ള കാര്യമായ വിഹിതം ചേട്ടൻ വാങ്ങിച്ചേരണം. വാസുവേ, ഈ റേഞ്ച് മുഴുവൻ പിടിക്കാനുള്ള കാശ് തന്റെ ഉണ്ടാവോ? ഉണ്ടാവും. ആ, എങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കാം. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഒരു റേഞ്ച് മുഴുവനുവേ, അതിനുള്ള പണം നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? അതൊക്കെ കുഞ്ഞാപ്പൻ ചേട്ടന്റെ ഏർപ്പാടാ. കാശൊക്കെ അയാൾ തരും. കാര്യം ചാരായ വിൽപ്പനയാണെങ്കിലും ഈ തൊഴിലിന് ചില അടിസ്ഥാന തത്വങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റിച്ച് ഈ വ്യവസായം നശിപ്പിക്കുന്നവരെ മാറ്റി നിർത്താനാ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഞങ്ങളിത് തിരിച്ചെങ്ങനാ? കഴിഞ്ഞ തവണ DC മുഖേന തിരിച്ചു തന്നില്ലേ? ഇത്തവണ നേരിട്ട്. ശരി മോനെ. മുതലാളിയല്ല, കുഞ്ഞാപ്പൻ, അങ്ങനെ വിളിച്ചാ മതി. അല്ല, ഈ കച്ചവടത്തിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? ഞങ്ങൾ ഒന്നാണ്. അല്ല, നിങ്ങൾ രണ്ടാണ്. വാസു, ചാക്കോ. പങ്കായിട്ട് ചെയ്യുമ്പോ ഇനി അങ്ങോട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം, ഒരു ഫേം രജിസ്റ്റർ ചെയ്യണം. അതിനൊരു പേര് പറയൂ. എല്ലാം മുതലാളി, അല്ല കുഞ്ഞാപ്പൻ ചേട്ടൻ തന്നെ. വാസു, ചാക്കോ. വാസുവിന്റെ വായും ചാക്കോയുടെ വാസുക്കോ. വാസ്കോ. വാസ്കോ കൊള്ളാമോ? കൊള്ളാം.
സങ്കടം കണ്ടില്ലേ? നമ്മുടെ മോളെ ഇവിടെ പഠിപ്പിച്ചാ പോരെ? പോരടി, നമ്മുടെ ഇന്നത്തെ നിലയ്ക്കനുസരിച്ച് ഇവള് ബാംഗ്ലൂരിൽ തന്നെ പഠിക്കണം. അവൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് മിടുക്കിയാവട്ടെ. കേറ് മോളെ. என்ன சாமி, வாஸ்கோ வந்து பிடிச்சிட்டீங்களா? உழைக்க வேண்டாம் அரசு, நான் புள்ளக்குட்டிக்காரன் இல்லையா? ஹலோ, നിങ്ങൾക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? കുട്ടിക്ക് നല്ല മുഖശ്രീയുണ്ട്. വാസുവിന് ചേരും. എനിക്കും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. കാർത്തികേയന് ഈ വിവാഹത്തിന് സമ്മതമാണ്. നിങ്ങൾക്കാണെങ്കിൽ ബിസിനസ് ഉണ്ട്, പണമുണ്ട്. ഇനി വേണ്ടത് ബന്ധുബലമാണ്. കാർത്തികേയനുമായിട്ടുള്ള ഈ ബന്ധുത ചാക്കോ, നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. ആ ചാത്തുണ്ണിയേട്ടന്റെ മോളുടെ കാര്യമല്ലേ? എടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. നമ്മുടെ DC കൊണ്ടുവന്ന ആലോചനയാണത്, നമ്മുടെ ഗുണത്തിന്. അതല്ല ചാക്കോ, ഞാൻ അങ്ങനെ ചാത്തുണ്ണിയേട്ടന്റെ അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിപ്പെടുത്തിക്കോളാം.